ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഞാനിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നാം വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ, നമ്മുടെ താഴ്മയുടെ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളെ ഓർത്താണ് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന മക്കളിൽ ഉണ്ടാകുന്ന ചില സ്വഭാവ സവിശേഷതകൾ. അതിലൊന്നാമത്തതായി ഞാൻ എന്നുള്ളൊരു ഭാവം എല്ലാ മനുഷ്യരിലും ഉണ്ടാകും. അത് മാനുഷികമത്രേ. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ബലഹീനമായിട്ടുള്ളതാണ്. മനുഷ്യൻ എപ്പോഴും ബലഹീനനായിക്കൊണ്ടിരിക്കുന്ന ഒരു പൈതലാണ്. അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ഈ ഭാഗത്തെക്കുറിച്ചാണ്. ഈ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ളൊരു ഭാവം. ഈ ഭാവം മനുഷ്യനിൽ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിൻ്റെ താഴ്മയുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കും. ഈ താഴ്മയിൽ നിന്ന് എതിരായിരിക്കുന്ന ഒരു ഭാവമാണ് ഞാൻ എന്നുള്ളൊരു ഭാവം. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുകയാണ് എങ്കിൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. ഒരു ചിന്തകൻ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ യഥാർത്ഥ സ്ഥാനങ്ങളിലായിരിക്കുന്നില്ല എങ്കിൽ അത് അരോചകമായിരിക്കും. നിങ്ങളുടെ യഥാർത്ഥ സ്ഥാനങ്ങളിലായിരിക്കുന്നുവെങ്കിൽ അത് എപ്പോഴും ശുഭമായിരിക്കും എന്ന് പറയുന്നു. ഇവിടെ ഒരു ചിന്തകൻ നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: നിങ്ങളുടെ യഥാർത്ഥ സ്ഥാനങ്ങളിലല്ല എങ്കിൽ അത് എപ്പോഴും അരോചകമായിരിക്കും, പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ സ്ഥാനം ശൂന്യമായിരിക്കും എന്ന് വചനം പറയുന്നു. ഈ ചിന്തകൻ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആ ചിന്ത നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്ഥാനങ്ങൾ എപ്പോഴും ശൂന്യമായിക്കൊണ്ടിരിക്കും. എപ്പോഴും നമുക്ക് ഒരു കാര്യം ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. ഒരു സൈക്കിളിലെ ചെയിൻ എപ്രകാരമാണോ ആയിരിക്കുന്നത്, ആ ചെയിൻ യഥാസ്ഥാനത്തല്ല എങ്കിൽ എപ്പോഴും അത് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. എപ്പോഴും അതിൽ ഭീതി ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ ആ സൈക്കിളിനെ കറങ്ങുവാൻ വേണ്ടി വിടുകയില്ല, തടസ്സമുണ്ടാക്കുക ചെയ്തുകൊണ്ടിരിക്കും. അതുതന്നെയാണ് നമ്മുടെ ഈ ജീവിതത്തിലും. ഞാൻ എന്നുള്ളൊരു ഭാവമുണ്ട് എങ്കിൽ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുകയില്ല. അതെപ്പോഴും ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കും, ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് എപ്പോഴും ഒരു താഴ്മയുടെ മനോഭാവം അതിലില്ലായിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ പലപ്പോഴും മടിയായിരിക്കും. എന്ത് കാര്യം ചെയ്തിരുന്നാലും ഞാൻ എന്നുള്ളൊരു ഭാവം അതിലുണ്ടായിരിക്കും. അതുകൊണ്ട് മാനുഷികനായ ഈ ചിന്തകളെ നാം അകറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ മുന്നിട്ട് കൊള്ളുക. ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടി വിശ്വാസ ജീവിതം നയിച്ചു കൊള്ളുക. ഇപ്രകാരം നാം മുന്നോട്ട് പോകുകയാണ് എങ്കിൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമ്മുടെ താഴ്മയുടെ ജീവിതം നമുക്ക് നല്ല രീതിയിൽ നയിക്കുവാൻ തന്നെ സാധിക്കും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ആ ചിന്തയിൽ ഉടനീളം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് നിന്നുകൊണ്ട് വചനത്തെ ശ്രവിക്കാവുന്നതാണ്. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെപ്പോഴും ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുക. താഴ്മയോടുകൂടെയുള്ള വിശ്വാസ ജീവിതം നയിക്കുവാൻ എപ്പോഴും ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുക. ഈ ഞാൻ എന്നുള്ള ഭാവം വരുമ്പോൾ സാത്താൻ നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. സാത്താൻ്റെ സ്വഭാവവും അതുതന്നെയായിരുന്നു. സാത്താൻ സ്വർഗത്തിലായിരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു, പിതാവായ ദൈവം അവനെ നല്ല രീതിയിൽ സൃഷ്ടിച്ചു. എല്ലാ ഏഞ്ചലിനെക്കാളും എല്ലാ മാലാഖമാരെക്കാളും നല്ല രീതിയിൽ അവനെ സൃഷ്ടിച്ചു. അവനെ സൃഷ്ടിച്ചപ്പോൾ സ്വാഭാവികമായും അവനിലെ അഹങ്കാരം ഉണ്ടാകുകയുണ്ടായി. അവനിൽ എപ്പോഴും താഴ്മയില്ലാത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അവനെപ്പോഴും ആ മാലാഖമാരിൽ നിന്ന് ഏറ്റവും പ്രിയനാകുന്നു എന്നവൻ ചിന്തിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന് ഏറ്റവും പ്രിയനാകുന്നു, പിതാവായ ദൈവത്തിന് ഏറ്റവും പ്രിയനാകുന്നു എന്നവൻ ചിന്തിച്ചു. അവൻ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് അവനിലോ ഞാൻ എന്നുള്ളൊരു ഭാവം ഉളവാകുകയുണ്ടായി. ഈ ഉളവായതിൻ്റെ ഫലമായിട്ടാണ് അവനെ സ്വർഗത്തിൽ നിന്ന് താഴെയാകുവാൻ ദൈവം ഇടയാക്കിയത്. ഇവിടെ വചനം പറയുന്നു, യിരെമ്യാവിൻ്റെ പുസ്തകം, യിരെമ്യാ പ്രവാചനം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ഹേ അരുണോദയ പുത്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികൾ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഇവിടെ വചനം പറയുന്നു, നീ എപ്രകാരമാണ് താഴെ വീണത്? നിന്റെ കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ ഗവൺമെൻറ്റ്സിനെതിരായി അല്ലെങ്കിൽ അവൻ്റെ നിയമങ്ങൾക്കെതിരായി നീ സംസാരിക്കുവാൻ തുടങ്ങിയത് കൊണ്ടല്ലേ നിൻ വെട്ടേറ്റ് താഴെ വീണത്. അതിന് സംസാരിക്കുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് അവൻ്റെ ഈ ഞാൻ എന്നുള്ള ഭാവമാണ്. അതുതന്നെയാണ് മനുഷ്യ ജീവിതത്തിലും അവൻ ആ തന്ത്രം തന്നെയാണ് മനുഷ്യ ജീവിതത്തിലും ഈ ആധുനിക ലോകത്തിലും മനുഷ്യരുടെ ഇടയിൽ അവൻ കൊണ്ടുവരുന്ന തന്ത്രം എന്ന് പറയുന്നത്. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ ആ മനുഷ്യന് തന്നെ അവൻ സ്വന്തമായി പ്രാധാന്യം കൊടുക്കുന്നു. സ്വാർത്ഥമായ ചിന്തകളിലൂടെ അവൻ സ്വയമായി മനുഷ്യനെ പുകഴ്ത്തുന്നു.
അവൻ സ്വന്തമായി അവനെ തന്നെ പുകഴ്ത്തുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകുന്നു. ഈ വിശ്വാസ ജീവിതത്തിൽ അത് നമുക്ക് ഉതകുന്നതല്ല. നമുക്ക് താഴ്മയുടെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഒരു താഴ്മയുടെ പ്രതീകമാണ്. കർത്താവായ യേശു ക്രിസ്തു അപ്രകാരമായിരുന്നു നമ്മോട് ചിന്തിച്ചിരുന്നത്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അപ്രകാരമാണ് നമ്മോട് പെരുമാറിയിരുന്നത്. ആ ഒരു പെരുമാറ്റ ജീവിതം നമ്മളിൽ ഉണ്ടാകണം. ഇത് ഈ താഴ്മയ്ക്ക് എതിരായി നിൽക്കുന്ന ഒരു ഭാവമാണ് ഈ ഞാൻ എന്നുള്ള ഭാവം. അത് നിങ്ങളിൽ മാറ്റിയെടുക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇവിടെ നമുക്ക് മുന്നോട്ടുള്ള ഭാഗങ്ങൾ നോക്കുകയാണ് എങ്കിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ലോകത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഈ ചിന്താഗതി ഉള്ളവരുടെ എല്ലാവരിലും സാത്താൻ വളരെയധികം പ്രവർത്തിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇന്ന് നമ്മുടെ സഭകളിലേക്ക് നോക്കിയിരുന്നാലും, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് നോക്കിയിരുന്നാലും, വ്യക്തി ജീവിതങ്ങളിലേക്ക് നോക്കിയിരുന്നാലും ആ ഭാവം ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ അയൽവാസികളോട് നമുക്കൊരു പ്രശ്നമുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ സഭാവിശ്വാസികളോട്, കൂട്ടുവിശ്വാസികളോടും നമുക്കുള്ളൊരു പ്രശ്നം ഉണ്ടായിത്തീരും. അത് ഈ ഭാവമുള്ളത് കൊണ്ടാണ്. കർത്താവിൽ പ്രിയദാസരെ, ആ ഭാവം നിങ്ങളിൽ നിന്ന് മാറ്റി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് ആ ഞാനെന്നുള്ള ഭാവത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിന് നിങ്ങൾ സന്നിധിയിൽ നിങ്ങൾ കൊടുക്കുകയാണ് എങ്കിൽ, ദൈവത്തിന് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുകയാണ് എങ്കിൽ, ദൈവത്തിന് നേതൃത്വം നൽകുകയാണ് എങ്കിൽ, ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ നയിക്കുക തന്നെ ചെയ്യും എന്ന് വചനം പറയുന്നു. വചനം വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുരുഷനായിരിക്കുന്നു, ഏറ്റവും പ്രിയപ്പെട്ട പൈതലായിരിക്കുന്നു നാം ഓരോരുത്തരും. ദൈവത്തിൽ സൃഷ്ടി എന്ന് പറയുന്നത് ദൈവം അതിവിശിഷ്ടമായാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിവിശിഷ്ടമായിട്ടാണ് നിങ്ങളെ നട്ടിരിക്കുന്നത് ഈ ലോകത്തിൽ. നിങ്ങളിലെ വചനമാകുന്ന വിത്ത് വിളയുമ്പോൾ നിങ്ങളിൽ ഈ ഭാവം ഇല്ലാതിരിക്കട്ടെ, ഞാനെന്ന ഭാവം ഇല്ലാതിരിക്കട്ടെ, താഴ്മയുടെ ഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. വചനം നിങ്ങളുടെ ഇടയിൽ വിത്തുകൾ വിതയ്ക്കുമ്പോൾ നിങ്ങൾക്കെപ്പോഴും ആ ഒരു വചനത്തിൽ വളരുവാൻ തക്കവണ്ണം ഈ ഭാവം നിങ്ങളെ സഹായിക്കട്ടെ, താഴ്മയെന്ന ഭാവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് വചനം ആത്മാർത്ഥമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ആത്മാർത്ഥതയും വീണ്ടും വിചാരത്വവും നമ്മളിടയിൽ ഉണ്ടാകണം. ദൈവസന്നിധിയിൽ നാം താഴ്മയുടെ മനോഭാവം ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാകുന്നു. നമ്മുടെ ഞാനെന്നുള്ള ഭാവം മാറി ചിന്തിക്കുക. അപ്രകാരം ഞാനെന്നുള്ള ഭാവം ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഒരു രാജാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകാം. ഏകദേശം 16 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രാജാവായി പദവിയേറ്റു. നമുക്ക് വായിക്കാം 2 ദിനവൃത്താന്തം 26-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഉസ എന്ന രാജാവെ പറ്റി അദ്ദേഹം ഇവിടെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം രാജാവായി. 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം വലിയൊരു ജനത്തിന് രാജാവായി അവിടെ അധികാരമേൽക്കുകയാണ്. ഈ അധികാരമേറ്റ സമയത്ത് തന്നെ അവിടെ താഴോട്ട് വായിക്കുമ്പോൾ തന്നെ അവൻ്റെ അമ്മ അവനെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി, യഹോവ നിന്നോട് കൂടെയുണ്ട്, യഹോവ എന്ന ദൈവം നിന്നോട് കൂടെയുണ്ട്, നീ ഒന്നിനും ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട കാര്യമില്ല, ദൈവം നിന്നെ നയിക്കും, നീ അത്യത്ഭുതമായി ഈ ജനത്തെ നയിക്കുമെന്ന് വളരെ വ്യക്തമായി അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതിന് പ്രകാരം തന്നെ സഖരിയാവെന്ന് എന്ന് പറയുന്ന പ്രവാചകനും അവനെ ശക്തിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രമാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഉസയെ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഈ 16-ാം അധ്യായം അതിൻ്റെ ആദ്യ ചാപ്റ്ററുകളിൽ, അല്ലെങ്കിൽ ആദ്യ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയജനമേ, അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തുന്നതായി കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അവൻ അത്യധികം ഉയർന്നു. അവൻ സൈന്യങ്ങൾ ഏറ്റവും 1000-ഓളമായിരുന്ന സൈന്യത്തിൽ നിന്ന് അവനെ ലക്ഷാധിപതികളാക്കി. അവൻ്റെ സൈനിക ബലം ഏകദേശം ലക്ഷക്കണക്കിനാക്കിയിരുന്നു. ദൈവം അവനെ അതിയായി അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹങ്ങളെല്ലാം അവന് സ്വായക്തമാക്കി. അതുപോലെ തന്നെ യുദ്ധത്തിൽ അവൻ പുറപ്പെട്ടപ്പോൾ അവൻ യുദ്ധത്തിന് പോയ എല്ലാ പ്രദേശവും അവന് കീഴടക്കുവാൻ തക്കവണ്ണം സാധിച്ചു. ഇതെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകരമായുള്ള കരവലയത്തിലായിരുന്നു അവൻ ചിന്തിച്ചത്. പക്ഷേ അവനിലൊരു ചിന്തയുണ്ടായി തുടങ്ങി. അവൻ്റെ ഹൃദയം നിഗളിക്കുവാൻ തുടങ്ങി. അവൻ്റെ നാശത്തിനായി അവൻ്റെ ഹൃദയം നിഗളിക്കുവാൻ തുടങ്ങി എന്ന് വചനം പറയുന്നു. ഇപ്രകാരം ഒരു നിഗളനമാണ് ഇന്ന് നമ്മുടെ ലോക ജീവിതത്തിൽ നമുക്കുമായിരിക്കുന്നത്. അതുകൊണ്ട് ആ നിഗളിക്കുന്ന ആ സ്വഭാവത്തിൽ നിന്ന് നാം മാറി ചിന്തിക്കേണ്ടത് ആവശ്യമാകുന്നു. കാരണം താഴ്മയെന്നൊരു മനോഭാവം നിന്നിൽ ഉണ്ടായിരിക്കണം. താഴ്മയെന്നൊരു മനോഭാവം നിന്റെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. അപ്രകാരം നിറഞ്ഞു നിന്നെങ്കിൽ മാത്രമേ നിനക്ക് വചനം നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ആ വചനത്തിന് നിന്നിൽ നിന്ന് വളരുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ഇവിടെ ഉസയുടെ കാര്യം നമ്മൾ നോക്കുക
നോക്കുകയാണ് എങ്കിൽ അദ്ദേഹം നിഗളിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. നമുക്ക് വായിക്കാം 2 ദിനവൃത്താന്തം 26-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. എന്നാൽ അവൻ ബലശാലിയായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. ഇവിടെ വചനം പറയുന്നു അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ നശിക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ചതുപോലെ അവൻ്റെ ഹൃദയം നിഗളിക്കുവാൻ തുടങ്ങി. ഞാനാണ് വലിയവൻ, എല്ലാ പുരോഹിതന്മാരെക്കാളും ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ, ദൈവത്തിന് ധൂപം കത്തിക്കുവാൻ തക്കവണ്ണം ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠനെന്ന് അവൻ ചിന്തിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. അവൻ്റെ ഹൃദയം നിഗളിച്ചപ്പോൾ അവൻ എല്ലാത്തിനെയും മറന്നു. അവൻ്റെ ഹൃദയം അത്യധികം അഹങ്കാരത്തിൻ്റെ വക്കിലെത്തി. അവൻ കർത്താവായ യേശു ക്രിസ്തുവിന് ധൂപം കത്തിക്കുവാൻ വേണ്ടി അവിടെ ഇറങ്ങുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അവന് ധൂപം കാട്ടുവാൻ അവൻ തിരഞ്ഞെടുത്തു വെച്ച ലേവ്യ പുരോഹിതന്മാരുണ്ട്. അവർക്ക് മാത്രമാണ് അവകാശമെന്ന് വളരെ വ്യക്തമായി വചനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 80ഓളം പുരോഹിതന്മാർ അവനെ തടഞ്ഞു. 80ഓളം പുരോഹിതന്മാർ അവനെ തടഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്നിരുന്നാൽ പോലും ആ 80 പുരോഹിതന്മാരുടെ ആ വാക്ക് കേൾക്കാതെ അവൻ മുന്നോട്ട് ധൂപപീഠവുമായി മുന്നോട്ട് ധൂപപീഠത്തിലേക്ക് കയറുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, അവൻ അവിടെ ഒരു വലിയ ശിക്ഷാവിധി ദൈവം നൽകുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, അവന് അവിടെ നിൽക്കുന്ന പുരോഹിതന്മാരോട് സംസാരിക്കുമ്പോൾ തന്നെ അവൻ്റെ ശരീരത്തിൽ കുഷ്ഠം പൊങ്ങുവാൻ തക്കവണ്ണം തുടങ്ങി. ഇപ്രകാരമുള്ളൊരു ജീവിത ശൈലി നമ്മളിൽ ഉണ്ടായെങ്കിൽ ഇപ്രകാരം ദൈവം നമ്മെ ശിക്ഷിക്കുകയില്ല, ദൈവം നമ്മെ മനസ്സിലാക്കി തരികയത്രേ ചെയ്യുന്നത്. അതുകൊണ്ട് പുരോഹിതന്മാരുടെ വാക്കുകൾ കേൾക്കുക. പുരോഹിതന്മാർ നിങ്ങളോട് ഇപ്രകാരം സംസാരിക്കുന്നുണ്ട് എങ്കിൽ അപ്രകാരം ഒരു ചിന്താഗതി നിങ്ങളിൽ ഉണ്ട്, അത് നിങ്ങൾ മാറ്റിയെടുക്കുക. വിശ്വാസ ജീവിതത്തിൽ അത് അത്രയധികം പ്രാധാന്യം അർഹിക്കുന്നു. ഇവിടെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, അപ്രകാരം നാം നമ്മുടെ ചിന്താഗതികൾ മാറ്റിയെടുക്കുക. ഞാനെന്നുള്ളൊരു ഭാവം മാറി ദൈവസന്നിധിയിൽ അടുക്കുകയാണ് എങ്കിൽ അഹങ്കാരത്തിൻ്റെ ആ ഭാവം മാറി നമ്മുടെ ഹൃദയങ്ങൾ നിഗളിക്കുമ്പോൾ ദൈവസന്നിധിയിൽ താഴ്മപ്പെടുകയാണ് എങ്കിൽ അതൊരു സമാധാനം നമ്മളിൽ ഉണ്ടാകും. നമുക്ക് ആ ഭാവങ്ങളെല്ലാം മാറിക്കൊണ്ട് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഈ ഭാവം എന്ന് പറയുന്നത് എതിർത്ത് നിൽക്കുന്നത് അത്രേ നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്റെ ക്രിസ്തീയ സ്വഭാവത്തിനെ എതിർത്ത് നിൽക്കുന്ന ഒരു ഭാവമാകുന്നു ഈ ഞാനെന്നുള്ള ഭാവം. അത് നീ മാറ്റിയെടുക്കുക. നിന്റെ അഹങ്കാരത്തിൻ്റെ ആ ചിന്താഗതികൾ നിന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഉസയുടെ ചിന്താഗതി എടുത്തു നോക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തോളം കാലം ഈ കഷ്ടം സഹിക്കേണ്ടി വന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിങ്ങളെപ്പോഴും പ്രിയപ്പെട്ടവരായിരിക്കണം. പുരോഹിതന്മാർക്ക് ഉള്ള അവകാശം അത് അവർക്ക് തന്നെ ഉള്ളതാകുന്നു. അത് നിങ്ങൾക്കൊരിക്കലും യോഗ്യമായിരിക്കുന്നില്ല. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമ്പോൾ അപ്രകാരം ഒരു ജീവിതശൈലി നമ്മളിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരല്ല. ഈ പ്രകാരം ഞാൻ എന്നുള്ള ഭാവമുണ്ട് എങ്കിൽ ദൈവത്തിൽ നിന്ന് നാം അകന്നു പോയിക്കൊണ്ടിരിക്കും. ദൈവത്തിനെ മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷത മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനോ നമുക്ക് സാധ്യമാകുകയില്ല. നമ്മളിൽ നിന്ന് അതെപ്പോഴും അകന്നുകൊണ്ടിരിക്കും. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ദൈവ പൈതലായി നാം മാറുക തന്നെ ചെയ്യും. ഇവിടെ വിശ്വാസ ജീവിതം നാം നയിക്കുമ്പോൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി ദാവീദിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരെ പോലെ നാം ആയിത്തീരേണ്ടത് ആവശ്യമാകുന്നു. നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് താഴ്മയുടെ ഒരു മനോഭാവമാകുന്നു. താഴ്മയുടെ ഒരു ഏറ്റവും എളിയ കണികയായിട്ട് സ്വർഗത്തിൽ താഴ്മയോടുകൂടെ തന്നെ ചെല്ലുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോട് കൂടെ തന്നെ നിൽക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധ്യമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ഒരു ആത്മാർത്ഥത മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. ദൈവത്തിൻ്റെ വചനം എപ്രകാരമാണോ നമ്മെ ഓർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടുന്നത്, നിങ്ങൾ അതിനെ ഓർക്കുക. ആ വചനത്തെ നിങ്ങൾ അന്യോന്യം സന്തോഷിച്ചു കൊള്ളുക. ഇവിടെ വചനം പറയുന്നു, താഴ്മയുടെ ഒരു മനോഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. താഴ്മയുടെ ഒരു മനോഭാവം നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, അത്യാവശ്യമാകുന്നു. ഇവിടെ വചനം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അത് തന്നെയാണ്. നമ്മുടെ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 103 അതിൻ്റെ 2-ാമത്തെ ഭാഗം ഇങ്ങനെയാണ്: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നമുക്ക് ചെയ്ത ഉപകാരങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നു. അവൻ നമുക്ക് ചെയ്ത നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്നും നമ്മുടെ ദുരിതത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്തു. നമുക്ക് അനേകം പ്രതികൂല സാഹചര്യങ്ങൾ വന്നു. ഉസയുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ അനേകം പ്രതികൂല സാഹചര്യങ്ങൾ അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. അവൻ രാജാവായിരുന്നപ്പോൾ അവന് അനേകം യുദ്ധങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ടോ, അതിലെല്ലാം ദൈവം അവനെ അനുഗ്രഹിച്ചു.
അപ്രകാരം ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഭാരങ്ങളിലായിരുന്നപ്പോഴും പ്രതികൂല സാഹചര്യങ്ങളിലായിരുന്നപ്പോഴും കഷ്ടത്തിലായിരുന്നപ്പോഴും ദൈവം നമ്മെ അതിൽ നിന്നെല്ലാം നമ്മെ വീണ്ടെടുത്തു. ആ വീണ്ടെടുത്ത ദൈവത്തിനെ നാം മറക്കാതെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് അവനെ നന്ദി അർപ്പിക്കുന്ന ഒരു പൈതലായി മാറുവാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു. അപ്രകാരം നന്ദി അർപ്പിക്കുന്ന ഒരു പൈതലായി മാറുവാൻ നാം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പക്ഷേ ഉസ്സയ്ക്ക് അവിടെ സംഭവിച്ചത് അവൻ്റെ ഉപകാരങ്ങൾ മറന്നുകൊണ്ട് ഞാനാണ് ഇനി വലിയവനെന്നുള്ളൊരു ഭാവം അവനിലുണ്ടായി. ആ ഭാവം നമ്മളിൽ നിന്ന് നീക്കിക്കളയേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, ഈ ലോകത്തായിരിക്കുമ്പോൾ അനേകം കാര്യങ്ങൾ സമ്പത്തുകൾ കൊണ്ട് നിങ്ങൾക്ക് അനേകം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. അനേകം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിലെല്ലാം നിങ്ങളൊരു നിഗള സ്വഭാവം ഉണ്ടാകാതെ അതിലെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവഹിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെയെല്ലാം ദൈവസന്നിധിയിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മഹത്വത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലായി വരുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങൾ എപ്രകാരമാണോ നിങ്ങളുടെ ജീവിതത്തിലായിരിക്കുന്നത് അത് അരോചകമായിരിക്കാതെ, അത് നിങ്ങളെ വേദനപ്പെടുത്തുന്നതായിരിക്കാതെ, അതെപ്പോഴും നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു രീതി ആയിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു സ്ഥാനമായിരിക്കട്ടെ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിക്കുന്ന രീതി എന്ന് പറയുന്നത്. അത് പലപ്പോഴും നിങ്ങളുടെ സ്ഥാനങ്ങൾ ശൂന്യമായിരിക്കും. അത് പലപ്പോഴും നിങ്ങൾ കണ്ടെത്താറില്ല. നിങ്ങളുടെ യഥാർത്ഥ സ്ഥാനങ്ങളെ നിങ്ങൾ കണ്ടെത്താറില്ല. കർത്താവായ യേശു ക്രിസ്തുവിന് നിങ്ങൾ യഥാർത്ഥ സ്ഥാനം കൊടുക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സ്ഥാനം നിങ്ങൾ കൊടുക്കുകയാണ് എങ്കിൽ, ആ ദൈവം നിങ്ങൾക്ക് യഥാർത്ഥ സ്ഥാനങ്ങളെ കണ്ടെത്തി തരും. ആ സ്ഥാനങ്ങൾ ഏറ്റവും മഹത്തരമായിരിക്കും. അതിന് ഒരു സൗണ്ടും ഉണ്ടാകുകയില്ല, ഒരു ശബ്ദവും അതിലുണ്ടാകുകയില്ല, ഒരു പ്രതികൂല സാഹചര്യവും അതിലുണ്ടാകുകയില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. താഴ്മയുടെ മനോഭാവത്തോടു കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ആ ജീവിതത്തിൽ ദൈവത്തിനും ഒരു പങ്കുണ്ട്, ദൈവത്തിൻ്റെ ആ കരുതലിനും ഒരു പങ്കുണ്ട്, ദൈവത്തിൻ്റെ കരത്തിനും ഒരു പങ്കുണ്ട്. ആ കരം എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആ ആണിപ്പാടേറ്റ കരം നമുക്ക് വേണ്ടിയാകുന്നു ആ ആണിപ്പാടുകൾ ഏറ്റതാ. ആ കരത്തിന് നാം ഒരു സ്ഥാനം കൊടുക്കുകയാണ് എങ്കിൽ ദൈവം നിങ്ങളെ യഥാർത്ഥ സ്ഥാനത്ത് ഉറപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിന് യാതൊരു വിധമാവുന്ന വേദനകളോ പ്രയാസങ്ങളോ ഉണ്ടാകുകയില്ല. ഉണ്ടായിരുന്നാൽ പോലും ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ബലഹീനതകളെപ്പോലെ നശിച്ചു പോകും. അപ്രകാരം നിങ്ങളുടെ ബലഹീനത അറിയാവുന്നുള്ള ഒരു ദൈവമാകുന്നുവല്ലോ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ നൽകുന്നത്. അപ്രകാരമുള്ളൊരു ദൈവം നമുക്ക് ആയിരിക്കുമ്പോൾ അവൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ തക്കവണ്ണം, അവൻ്റെ കൃപ ലഭിക്കുവാൻ തക്കവണ്ണം, അവൻ്റെ കരുണ ലഭിക്കുവാൻ തക്കവണ്ണം ഉള്ളൊരു സ്വഭാവ സവിശേഷത, താഴ്മയുടെ സവിശേഷത നമ്മളിൽ ഉണ്ടായിരിക്കണം. അപ്രകാരം ഒരു താഴ്മയുടെ സവിശേഷത ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്ന് അത്യധികമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ സങ്കീർത്തനകാരൻ പറയുന്നത് പോലെ അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ്റെ ഉപകാരങ്ങളെല്ലാം നിങ്ങൾക്കുള്ളതാകുന്നു. ആ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ്റെ ദൂതന്മാരെ അയച്ച് നിങ്ങളെ കാവൽ ചെയ്തിരിക്കുന്നു. ഇതെല്ലാം അവൻ ചെയ്യുന്നത് നിങ്ങൾ അവനിലാകാൻ വേണ്ടിയാണ്. അവൻ നിങ്ങൾക്കുള്ളതാകുന്നു. അതുകൊണ്ട് അവനോടുള്ള ആ ഒരു സ്നേഹബന്ധം നിങ്ങളെപ്പോഴും പൂർത്തിയോടുകൂടെ കാത്തു സൂക്ഷിക്കുക, എപ്പോഴും പൂർത്തീകരിക്കുക ആ സ്നേഹബന്ധം. അപ്രകാരം പൂർത്തീകരിക്കുമ്പോൾ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. നമ്മെ ഓരോരുത്തരെയും കരം പിടിച്ച് പാപത്തിൽ നിന്ന് ഉയർത്തിയ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ കഷ്ടതകളെയും അറിയാവുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അതുപോലുള്ള കഷ്ടതകൾ അവൻ അനുഭവിച്ചു. പ്രയാസങ്ങൾ അവൻ അറിയാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഒന്നിലും ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ താഴ്മയുടെ ഭാവം ഉണ്ടാകട്ടെ. ഞാനെന്ന ഭാവം നിങ്ങൾ വിട്ടുകളയുക. നിങ്ങൾക്ക് അത് ചേർന്നതല്ല. ക്രിസ്തീയ ജീവിതത്തിൽ നാം ഒരിക്കലും ചേർന്ന ഒരു കാര്യമല്ല ഞാനെന്നുള്ളൊരു ഭാവം. അത് മാറ്റിയെടുക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്യം ഇപ്രകാരം പറയുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ചിലന്തി വലയെപ്പോലെ അവർ വീട് പണിയുന്നു, കാവൽക്കാരൻ മാടം കെട്ടുന്നത് പോലെ തന്നെ. ചിലന്തിയെപ്പോലെ അവൻ വീട് പണിയുന്നു, കാവൽക്കാരൻ മാടം കെട്ടുന്നത് പോലെ തന്നെ. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ പലപ്പോഴും ചിലന്തികളെപ്പോലെ ആകണം. ചിലന്തി എപ്രകാരമാണോ വല കെട്ടുന്നത്, അതുപോലെ തന്നെ കാവൽക്കാരൻ എപ്രകാരമാണോ കാവൽ മാടകൾ അല്ലെങ്കിൽ കാവൽ
കാവൽ മേടങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കാവൽ മാടങ്ങൾ ഉണ്ടാക്കുന്നത്, അപ്രകാരം നാം മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാകുന്നു. അത് വളരെയധികം ശക്തിയായിട്ടാണ് ചിലന്തി അതിൻ്റെ വല നെയ്യുന്നത്. ഒരു പക്ഷി അതിൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഇര അതിൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് രക്ഷപ്പെടരുത്. ആ ഇര വീഴുമ്പോൾ തന്നെ അത് പറക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. അതിൻ്റെ എല്ലാ കാലുകളും ഇങ്ങനെ ഒട്ടുക തന്നെ ചെയ്യും. അപ്രകാരം ഒരു ശക്തിയായിട്ടുള്ളൊരു വലയാണ് ചിലന്തി കെട്ടുന്നത്. ഈ ശക്തിയായിട്ടുള്ളൊരു വല നമ്മളും നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ കെട്ടേണ്ടത് ആവശ്യമാകുന്നു. ദൈവത്തിന് അത് അവസരം കൊടുക്കുകയാണെങ്കിൽ അപ്രകാരമുള്ള ശക്തിയായിട്ടുള്ളൊരു വല നെയ്യുവാൻ തക്കവണ്ണം, വിശ്വാസ ജീവിതത്തിൽ വല നെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് സാത്താൻ്റെ ആ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് പോലും നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും. നമുക്ക് നന്മ കാണിക്കുവാൻ തക്കവണ്ണം ദൈവം ദൂതന്മാരെ അയക്കും. നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അവസരം, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുവാനുള്ള ആ ഒരു ബലം ദൈവം നേരത്തെ നമുക്ക് നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അഭിഷിക്തം ദൈവം നമുക്ക് നേരത്തെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് കാര്യങ്ങളും നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാൻ നിന്റെ ജീവിതത്തിൽ നിനക്ക് സാധ്യമായി തീരും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എപ്പോഴും നന്മയെക്കുറിച്ച് ഓർമ്മിക്കുവാൻ വേണ്ടി അവൻ്റെ ദൂതന്മാരെ എപ്പോഴും നിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അതുകൊണ്ട് ആ നന്മ പറഞ്ഞു തരുന്ന വാക്യങ്ങൾ മാത്രം നീ കേട്ടുകൊണ്ട് നിന്റെ ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടി നിന്റെ വിശ്വാസ ജീവിതം നയിക്കുകയാണെങ്കിൽ ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അപ്രകാരം ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു നാം ഓരോരുത്തരും, ദൈവത്തിൻ്റെ ദേവാലയമാകുന്നു നാം ഓരോരുത്തരും. അതിനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന എല്ലാ സാത്താൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നാം മാറി ചിന്തിക്കേണ്ടത് ആവശ്യമാകുന്നു. എല്ലാ സാത്താൻ്റെ പ്രവർത്തനത്തിൽ നിന്നും നാം മാറി ചിന്തിക്കേണ്ടത് ആവശ്യമാകുന്നു. സാത്താൻ നമ്മുടെ മന്ദിരമാകുന്ന, ശരീരമാകുന്ന മന്ദിരത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. ശരീരമാകുന്ന മന്ദിരത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ മന്ദിരത്തെ ദൈവം എപ്പോഴും അതിനെ പരിശുദ്ധീകരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നാം എന്ത് ചെയ്യണം? ദൈവത്തെ നമ്മുടെ ഹൃദയത്തിനുള്ളിലാക്കണം. ദൈവത്തെ നമ്മുടെ ഹൃദയത്തിനുള്ളിലാക്കുമ്പോൾ ആ താഴ്മയുടെ മനോഭാവ ജീവിതം നമ്മളിലുണ്ടാകും. എപ്പോഴും നിങ്ങൾക്ക് വചനം വായിക്കുവാൻ തക്കവണ്ണം അത് എപ്പോഴും നിങ്ങളെ ഉരുൾപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ നന്മയുടെ തിരഞ്ഞെടുപ്പ് നിങ്ങളെപ്പോഴും നൽകിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്രകാരം നൽകുമ്പോൾ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ആ വഴിയെ നടക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധ്യമായി തീരും. ദൈവവചനങ്ങളെ നിങ്ങളിൽ ഓർമ്മിക്കപ്പെടും. നിങ്ങൾ ഉപദേശിക്കുന്നതും അല്ലെങ്കിൽ ഉരുവിടുന്നതും പറയുന്നതുമായ എല്ലാ വാക്യങ്ങളും അത് ദൈവവചനങ്ങളായി തന്നെ ഇപ്രകാരം ഒരു ദൈവവചനം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഞാനെന്നുള്ള ഭാവം മാറ്റി ദൈവത്തിൽ അടിമപ്പെട്ടുകൊണ്ട് താഴ്മയുടെ മനോഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിയുമുള്ള ദൈവമേ കർത്താവേ, ഈ ഭാവം ദൈവമേ ഞാനെന്നുള്ള ഭാവം ഞങ്ങളിൽ നിന്ന് മാറ്റി കർത്താവെ താഴ്മയുടെ ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കുമാറാണമേ കർത്താവെ. അങ്ങയുടെ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ അങ്ങയുടെ ദൈവമേ വചനം ഞങ്ങളുടെ ഇടയിൽ വിത്തായി വിതയുമ്പോൾ കർത്താവെ അത് ഒന്നിനൊന്ന് ഫലപുഷ്ടിയാകുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണം. മാനവും മഹത്വം അങ്ങ് എടുക്കണം. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.